ഇനി നമുക്ക് ഇഞ്ചി അച്ചാറിടാം. ഞാൻ എന്താ 1 കിലോ ഇഞ്ചി ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിത് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വരാം. അപ്പോൾ ഇഞ്ചി എല്ലാം തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്കിനി എന്ത് ചെയ്യണം? നീരകൾ കുനുകുനെ അരച്ചിട്ട് വരാം. ഇത് കണ്ട 1 കിലോ ഇഞ്ചിയാണ് ഈ കുനുകുനുകുനാ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. കൈയൊക്കെ പുകയുന്നുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യണം? നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. ബാ നമുക്കൊന്ന് വറുക്കാം. അതെ, നമ്മുടെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് നല്ലെണ്ണ ആയിട്ടാ ഞാൻ ഒഴിക്കണം. നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. നല്ലെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി ഇട്ട് വെക്കാം. കണ്ടേ, ഇഞ്ചി നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതേ കണക്ക് വറുത്തെടുക്കണം. ഇത് നമുക്ക് കോരി മാറ്റാം. ഓക്കെ, ഈ ബ്രൗൺ കളർ വരെ വറുക്കണം. ഇനി നമുക്കിത് കോരി മാറ്റി വെക്കാം. നമുക്ക് ഇതിനകത്തോട്ട് വീണ്ടും കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലെണ്ണയും ചൂടാവട്ടെ. ചട്ടി നല്ല തിളച്ച് കിടക്കുക. ചട്ടിയല്ലല്ലോ, ഉരുളി നല്ലോണം തിളച്ച് കിടന്നുകൊണ്ട് എണ്ണ പെട്ടെന്ന് ചൂടായി. ഇനി നമുക്ക് താണ്ടേ അരമുറി തേങ്ങാക്കൊത്ത്, 1 കിലോ ഇഞ്ചിക്ക് അരമുറി തേങ്ങാക്കൊത്ത് അതിനകത്തോട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങയെ ചിലർ തിരുവിയെടുക്കും, ചിലർ മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വറുക്കും. പക്ഷേ എനിക്കിങ്ങനെ കുനുവിന് അരിയുന്ന ഇഷ്ടം. കണ്ട, നമുക്ക് ഫ്രൈ ആവുന്നവരെ ഒന്ന് ഇളക്കാം. അതെ, തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഓക്കെ, നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നല്ല ഫൈനായിട്ട് നമ്മൾ പൊടിച്ച് മാറ്റണ്ട. ചെറുതായിട്ടല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതാ തേങ്ങാക്കൊത്തും ഇഞ്ചിയൊക്കെ നല്ല രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാം. വാ, വീണ്ടും കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. One, 2, 3. കടുക് വറ കടുകിട്ടിട്ട് 1/4 സ്പൂൺ ഉലുവ. അതിലേക്ക് 5 വറ്റൽമുളക് കുനുകുനെ അരിഞ്ഞത്. അപ്പം നിങ്ങൾ പറയും, ഈ കുനുകുനയ്ക്കകത്ത് എന്താണ് ഇത്രയെന്ന്? കുനുകുന അരിയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. വീട്ടിൽ തോരനൊക്കെ അരിയുന്നത് ഞാനാണ്. തോരനൊന്നും ഇല്ലെങ്കിൽ ഞാൻ പച്ചിലെങ്കിലും എടുത്ത് ബ്ലേഡ് വെച്ച് അരിഞ്ഞ് എൻ്റെ കൈ ഞാൻ കുനുകുന അരിഞ്ഞ് വയ്ക്കും. അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇനി നമ്മൾ എന്താണ് ഇതിനകത്ത് ഇടുന്നത്? വെളുത്തുള്ളി ഒരു തുടം വെളുത്തുള്ളി ഫുള്ളും എടുത്തിട്ടുണ്ട്. അത് കുനുകുന അരിഞ്ഞത് ഇട്ട് നമുക്കൊന്ന് ബ്രൗൺ നിറവാക്കാം. ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഇതാണ്ടേ 12 കൊച്ചുള്ളി കുനുകുനെ അരിഞ്ഞത് അതും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഏഴ് പച്ചമുളക്, കൊച്ചു പച്ചമുളക് കേട്ടോ, അതും കുനുകുനെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതേ ഇത് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചിയും തേങ്ങായും ഇതിലോട്ട് തട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് ഒരു ചെറിയ ബോളിൻ്റെ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളമാണ്. ഇത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പുളി പിഴിഞ്ഞ് അരിച്ച് വെച്ചതാട്ടോ, ഒരു ബോളിൻ്റെ വലുപ്പത്തിലുള്ള പുളി. കണ്ട തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞ് കണ്ട. ശർക്കര, ഇതൊരു നാരങ്ങ വലുപ്പത്തിലുള്ള ശർക്കര മതി. അത് പാനി അരിച്ച് അരിച്ചു വെച്ചതാണ്. നമ്മുടെ നമുക്ക് ഇതിലോട്ട് ഫൈനൽ ടച്ച് വറുത്ത് വെച്ച മുളകും ഉലുവ കടുക്. ഈ ഒരു ക്രഷാണ് എനിക്ക്. അത് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞ് നമുക്ക് കുപ്പിയിലിട്ട് അടച്ച് വെച്ച് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്കും കമൻറ്റും ഷെയറും തരിക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും വണക്കം.